അപ്പോൾ ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ ജിമ്മിൽ പോകാൻ വേണ്ടിയാണ്. ഇന്ന് എനിക്കൊരു ഓഫ് ദിവസമാണ്. അപ്പോൾ രാവിലെ ജിമ്മിന് പോകാമെന്ന് കരുതി. എന്നിട്ട് അവിടെ എന്താ ന്യൂകാസിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതേ ഉള്ളൂ. ഇനി ജിമ്മിലോട്ട് പോകാം. നമുക്ക് ജിമ്മിൽ പോയിട്ട് ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആ സിറ്റി സെൻറ്റർ ഭാഗത്ത് കിടന്ന് കറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ജസ്മണ്ടീൻ വീഡിയോ കണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ ജസ്മണ്ടീൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതു എന്ന് കരുതുന്നു. വളരെ പ്ലാനിങ്ങോട് അല്ലാതെയാണ് എടുത്തത്. ഇനിയുള്ള വീഡിയോസ് നമുക്ക് പ്ലാനിങ്ങോടെയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ടെക്നിക്കലി ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ കാണാം. ഇതാണ് നമ്മുടെ വീടിന് വെളിയിലുള്ള വിഷ്വൽ. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇതിൽ ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീടിനോട് അടുത്തുള്ള സ്ട്രീറ്റ്. ഇപ്പം നമുക്ക് ഇന്ന് ബസ്സിനാണ് ജിമ്മിലോട്ട് അല്ലെങ്കിൽ ടൗണിലോട്ട് പോകേണ്ടത്. ഇന്ന് വെതർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതറാണ്. ഒരു നല്ല സണ്ണി വെതറൊക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ചൂടുണ്ട് നല്ല. ഇപ്പോൾ UK സമ്മർ ടൈമാണ്. സമ്മർ ടൈമിൻ്റേതായ ആ ഒരു ചൂടും എല്ലാം ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്യും. ഇതാണ് ഗായ്സ് എൻ്റെ ഔട്ട്ഫിറ്റ്. മാഡ്രിഡിൻ്റെ ജേഴ്സിയും പിന്നെ ഒരു ഷോർട്സ്, ഒരു ഷൂ, ന്യൂ ബാലൻസിൻ്റെ ഷൂ. അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇതാണ് ഗായ്സ് ബസ് സ്റ്റോപ്പ്. എന്നിട്ട് ഇത് വന്ന് ഒരു വീടാണ്. ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ട, ആ ഒരു ചെടിയൊക്കെ വളർത്തി വെച്ചൊരു ഡിസൈൻ. ഇത് 0.5 നോക്കുമ്പോൾ ആ ഒരു ഇത് നോക്കൂ, അടിപൊളിയല്ലേ, നല്ല രസമില്ലേ ഇതൊക്കെ കാണാൻ. പിന്നെ ഇത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടാണ്. രണ്ടുപേര് കളിക്കുന്നുണ്ട്. വലിയ കളിയൊന്നും അറിയത്തൊന്നുമില്ലാന്ന് തോന്നുന്നു, വെറുതെ തട്ടിക്കളിക്കാന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അപ്പുറത്ത് ഒരു പാർക്കാണ്. ഞാൻ ബസ് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഒരു സ്ഥലം കാണിച്ചു തരണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇതാണ് സ്ഥലം. നിങ്ങൾ ഈ ലോഗോ കണ്ടിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് ന്യൂകാസിൽ യുണൈറ്റഡ് FC ഹോം ഗ്രൗണ്ട് സ്റ്റേഡിയം. എൻ്റെ വീട് ഇതിൻ്റെ 5 മിനിറ്റ് മാറിയാണെന്ന് വേണമെങ്കിൽ നാട്ടിൽ പറയാം. ഇതിനപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ ജിമ്മ് വരുന്നത്. ഇത് വന്ന് ഈ ഒരു കാണുന്ന സ്ഥലമാണ് ചൈന ടൗൺ. ലണ്ടനിലെ ചൈന ടൗണിൻ്റെ അത്രയൊന്നും വലിയ ചൈന ടൗണൊന്നും അല്ല, എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചൈന ടൗൺ. ചൈനീസ് കമ്മ്യൂണിറ്റി, അവരുടെ ആൾക്കാർക്ക് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആ ഒരു ചൈന ടൗൺ. പിന്നെ ഇവിടെ എല്ലാം റോഡ് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ ഈ ബട്ടൺ ഞെക്കണം. ഈ ബട്ടൺ ഞെക്കി, ഇത് പച്ചയാണ്. ഓ കറക്റ്റ് ഇന്നത്തെ ടൈമിങ്. അപ്പോൾ ഇപ്പോൾ റെഡായി ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം. അപ്പോൾ ഇതാണ് ന്യൂകാസിൽ സ്റ്റേഡിയം. പിന്നെ അതിനോട് അനുബന്ധിച്ച് ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് വന്ന് ആ ചൈന ടൗണിൻ്റെ എൻട്രൻസ്. ഇതാണ് ചൈന ടൗണിൻ്റെ എൻട്രൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചൈന ടൗൺ. അതിനകത്ത് അവരുടെ സൂപ്പർ മാർക്കറ്റും കൺവീനിയൻസ് സ്റ്റോറും റെസ്റ്റോറൻറ്റും അതൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ്. ഇത് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് നൈറ്റ് വരുമ്പോഴത്തേക്ക് പിന്നെയും കാണാൻ കുറച്ചും കൂടെ ഒരു അടിപൊളി ഏരിയ ആണ്. അതാണ് നമ്മുടെ ചൈനീസ് സുഹൃത്തുക്കൾ. കണ്ടോ, ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്, കൊറിയൻ ഫുഡ്, ജാപ്പനീസ് റാമൻ. ഓ വാവ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഒരു എനർജി തീരെ കുറവ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. എനിക്ക് തന്നെ എൻ്റെ വീഡിയോ മുഖത്ത് കാണുമ്പോൾ ക്രിഞ്ചടിക്കും. അപ്പോഴത്തേക്കും നമുക്ക്
ഒരു മോൺസ്റ്റർ എനർജി ഡ്രിങ്ക് മേടിക്കാൻ വേണ്ടി പോകാം. നമ്മൾ സ്ഥിരം മേടിക്കുന്നൊരു കടയുണ്ട്, അവിടുന്ന് മേടിക്കാം. ഭയങ്കര എനർജി കുറവ്, അപ്പോഴത്തേക്കും നമുക്കൊരു മോൺസ്റ്റർ ഡ്രിങ്ക് മേടിച്ചിട്ട് വരാം. ഇതാണ് നമ്മൾ സ്ഥിരമായി പോകുന്ന കട. പോയി ഇതാണ് കട. അയ്യോ, എൻ്റെ ഫേവറേറ്റ് ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അത് തീർന്നു. ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും എടുക്കാം. 0 ഷുഗർ വേണം. 0 ഷുഗർ അല്ല, അൾട്ര. ഇതെടുക്കാം ഗൈസ്. അൾട്ര പീച്ച് കീ 0 ഷുഗർ ആണോ, ഇതെടുക്കാം. അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മോൺസ്റ്റർ മേടിച്ചിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 11:49. വാച്ചിൽ ചാർജ് ഇല്ല. അടിപൊളി. ഭയങ്കര മടിയാണ്. ഇത് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ന്യൂകാസിലെ ഒരു ഫേമസ് സൂപ്പർ നല്ല മൂഡിലാണ് വരുന്നത്. ഇതാണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ന്യൂകാസിലെ വൺ ഓഫ് ദ ഒരു ബിഗ്ഗസ്റ്റ് എന്ന് പറയാം ഒരു മോള്, ഷോപ്പിംഗ് മോളാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് മെട്രോ സെൻറ്റർ എന്ന് പറയും, അത് ഏറ്റവും വലുതാണ്. ഇതിനെക്കാട്ടും വലുത് ഇത് എൽഡൻ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ അതെ നമ്മുടെ നാട്ടിലെ ഒരു ലുലു മാള് പോലെ ആ ഒരു കൺസെപ്റ്റാണ്. എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇൻസൈഡിൽ. ഷോപ്പ്, ക്ലോത്ത്സും, ആപ്പിളിൻ്റെ ഷോറൂമും എല്ലാം ഉണ്ട്. ഇതുവഴി എൻട്രൻസ് ഉണ്ട്, ഒരുപാട് വഴിയുണ്ട് എൻട്രൻസ്. അവിടെ ബസ് സ്റ്റേഷൻ. പിന്നെ നമുക്ക് പോകേണ്ടത് നമ്മുടെ ദ ജിം ഗ്രൂപ്പ് എന്ന് പറയുന്ന UK-യിലെ ഒരു ജിം ഫ്രാഞ്ചൈസിയാണ് ഈ ദ ജിം ഗ്രൂപ്പ്. ഇവിടെ പ്യുവർ ജിമ്മും ഉണ്ട്, പിന്നെ എവർലാസ്റ്റ് ജിമ്മും ഉണ്ട്. ഇതാണ് നമ്മുടെ ദ ജിം ഗ്രൂപ്പ്. നമുക്കപ്പം ഇതിനകത്തോട്ട് കയറാം. ഓക്കെ, മേളിലെങ്ങും ബിൽഡിങ് കിട്ടാത്തതുകൊണ്ടാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും ജിമ്മ്. സ്റ്റെപ്പ് കയറി മടുക്കും. ഇതാകുമ്പോഴത്തേക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ജിമ്മ്. ഇതാണ് നമ്മുടെ ജിമ്മ്. നമ്മൾ ജിമ്മിലോട്ട് കയറട്ടെ. ഇവിടെ ജിമ്മിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ ജിമ്മിലെ പാസ്വേഡ് അടിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു ഗുഹയിലോട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതിനകത്തോട്ട് നമ്മൾ കയറ്റി നിർത്തും. കഴിഞ്ഞിട്ട് അത് തുറക്കും. ഇതാണ് നമ്മുടെ ജിമ്മ്. വലിയ ജിമ്മൊന്നുമല്ല, ഏകദേശം ഒരു സാധാരണ ജിമ്മാണ്. ഇതിനു മുമ്പ് ഞാൻ പോയിക്കൊണ്ടിരുന്ന പ്യുവർ ജിമ്മ് വലിയ ജിമ്മായിരുന്നു സണ്ടർലാൻഡിലെ. അപ്പോൾ ഇതാണ് ജിമ്മ്. അപ്പോൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ ഡ്രസ്സിങ് റൂമും. ആരുമില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വർക്കൗട്ട് ലെഗിനാണ് ഇന്ന് കളിക്കുന്നത്. ഇന്ന് ആൾക്കാർ പൊതുവെ കുറവാണ്. രാവിലെ സമയത്ത് വേണം എപ്പോഴും ജിമ്മിൽ വരാം. രാവിലെ ആൾക്കാർ കുറവാണ് പൊതുവെ. പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എവിടത്തെയും പോലെ തന്നെ, എല്ലാ ജിമ്മിലെയും പോലെ തന്നെ ആൾക്കാർ തിങ്ങി നിറഞ്ഞേക്കും. നമുക്ക് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും ചില സമയത്ത്. ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര വർക്കൗട്ടിന് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ ഇൻസൈഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് തന്നെ ലെഗ് എക്സ്റ്റൻഷനാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെഗ് എക്സ്റ്റൻഷൻ. ഞാനെന്തിനാ സത്യം പറഞ്ഞാൽ ഈ വർക്കൗട്ടിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നത്? സത്യം പറഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഇത് ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ. അത് കയറിക്കുക. ഇത് ഇന്നത്തെ സൈഡ് എക്സസൈസ്. ഇപ്പോഴത്തെ മറ്റേ ഇൻസ്റ്റയിലെ ട്രെൻഡിങ് പോലെ ഫുൾ വെയിറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന പോലെ ചെയ്താലോ? ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സാധനം കാണിച്ചത്. ക്യാൻ യു ലിഫ്റ്റ് ദ അൺലിഫ്റ്റബിൾ? സക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിട്ടുള്ളവരുടെയൊക്കെ പേരാണ്. ഇത്രയും പേര് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. ഏത് സാധനം നോക്ക്. ഇത് 15, 15, 25, 25, 25, 5, 25, 25, 50, 50, 65 കിലോ ഉണ്ട്. 65 കിലോയും ഈ സാധനവും. അപ്പോഴത്തേക്കും ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? 1,
ആരും വന്നിട്ടില്ല. നടുവ് ആരും കണ്ടിട്ടില്ല. തിരിച്ചു പോവാം. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി. നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ ടയേർഡാണ്, ചത്തിട്ടുണ്ട്. പിന്നെ വെളിയിലോട്ട് പോവാം. വെളിയിൽ കാഴ്ചകൾ എന്തൊക്കെയാണ് കാണിക്കാം നമുക്ക്. അതിനെ ന്യൂകാസിലിൻ്റെ എന്താ പറയുക, ആ സ്ട്രീറ്റിനെ പറയുന്ന പേരെന്തുവാ, ആ സ്ട്രീറ്റിലോട്ട് നമുക്ക് ആദ്യമേ പോകാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് എൽഡൻ സ്ക്വയർ വഴി പോകാം. എൽഡൻ സ്ക്വയർ വഴി പോയിട്ട് എൽഡൻ സ്ക്വയറിൽ പോയിട്ട് ആ സ്ട്രീറ്റിലോട്ട് ഇറങ്ങാം. പിന്നെ അവിടുന്ന് നമുക്കൊരു ഷിജു എന്ന് പറയുന്നൊരു ജാപ്പനീസ് ക്യുസീൻ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോഴത്തേക്ക് ജിമ്മ് കഴിഞ്ഞ് നമ്മൾ നേരെ മാളിൻ്റെ എൻട്രൻസിലോട്ട് കയറി. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഒരു കയ്യിൽ കൂടെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ താഴെ പോകും കേട്ടോ. ഓക്കെ, ഇതാണ് ഗൈസ് മാളിൻ്റെ വൺ ഓഫ് അനദർ എൻട്രൻസ്. നിങ്ങളാരെങ്കിലും ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും ഒരു സിനിമയിൽ മായാനദി സിനിമയ്ക്കകത്ത് മറ്റേ ഐശ്വര്യ ലക്ഷ്മി ടൊവിനോട് പറയുന്നില്ലേ, ആ ഒരു ബ്രാൻഡാണ് സെഫോറ. ഇത് ഗേൾസിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിരിക്കും. കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതാണ് മാളിൻ്റെ ഇൻസൈഡ് ഒരു ഏരിയ. സ്കൂ എന്ന് പറയുന്ന ഇവിടെ ഷൂസും മറ്റേ ബിർക്കൻ സ്റ്റോക്ക്, അതൊക്കെ ഞാനിവിടുന്ന് ബിർക്കൻ സ്റ്റോക്ക് മേടിച്ചത്. പിന്നെ ഇത് ഹോളിസ്റ്റർ ഒരു ടോപ്പ് ബ്രാൻഡാണ് UK-യിൽ. അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഈ ബിൽഡിംഗ് കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ലുക്കില്ലേ, ആ ഒരു ലുക്കൊക്കെ ഇല്ലേ. പിന്നെ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ എന്ന് പറയുന്ന പോലെ ആപ്പിൾ സ്റ്റോർ, അതാണ് ആപ്പിൾ സ്റ്റോറാണ്. ആപ്പിൾ സ്റ്റോറിൻ്റെ അകത്ത് പോയി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അവർ സമ്മതിക്കത്തൊന്നുമില്ല. ഇതാണ് ആപ്പിൾ സ്റ്റോറ്. അവിടെ ഇരിക്കുന്നു വിഷൻ പ്രോ, മാക്ബുക്ക്, ഐപാഡ് എല്ലാം ഉണ്ട്. പിന്നെ H&M, സാറ ഇവിടെ ഇല്ല. പിന്നെ ഓൾ സയൻസ്, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. ഇതിനകത്ത് വലിയതായിട്ടൊന്നും കാണാനില്ല. ഈ ഷോപ്പിംഗ് മോളിലൊക്കെ നമുക്ക് പോയി എന്ത് കാണാനായിരിക്കുന്നത്, അത് ഷോപ്പിങ്ങിന് തന്നെ വരുന്നവർക്കേ ഉള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് പോയിട്ട് നേരെ വെളിയിലിറങ്ങാം. അപ്പോൾ നമ്മൾ എൽഡനിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇറങ്ങിയത്, കാരണം ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ന്യൂകാസിൽ, ഏത് സിറ്റി സെൻറ്ററിനോട് അടുത്തുള്ള സ്ട്രീറ്റാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന കാണാം. ഇതാണ് സ്ട്രീറ്റ്. ഇത് മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ ഔട്ട്ലെറ്റ്, പിന്നെ പ്രൈമാർക്ക്. UK-യിലെ ഒരു നല്ല അഫോർഡബിൾ പ്രൈസിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന ഒരിതാണ് പ്രൈമാർക്ക്. പിന്നെ സെയിൻസ്ബറീസ്, കോസ്റ്റ, അപ്പുറത്ത് KFC, സ്റ്റാർബക്സ്, ജോളിബി, അങ്ങനെയൊക്കെ ഉണ്ട്. എന്ത് കഴിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു ഡൗട്ട്. നമുക്ക് എവിടെ പോയി കഴിക്കണമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാനൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കട്ടെ, ഒരു ഹോട്ടലിൽ എല്ലാ ടൈമിങ് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ജാപ്പനീസ് ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്, മറ്റേ ഷിജോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫ്രണ്ടിലെത്തി. ഞാനിവിടുന്ന് ഒരുപാട് വട്ടം കഴിച്ചാണ്. എനിക്കിപ്പോൾ 2 പ്ലാനുണ്ട്. ഇതാണ്, ഇത് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇവിടുന്ന് ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ മെനു. ഇവിടുന്ന് ഇപ്പം എന്താ കഴിക്കുക? ഇവിടുത്തെ മെനുവിൽ
പക്ഷെ എൻ്റെ കയ്യിലൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ പോകാമെന്ന്, ഷെഹബാസ് കിച്ചൺ, അതൊരു യമനി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആക്കുന്ന 2:30-ക്കാണ്. ഇപ്പോൾ 2:30 ആയതുള്ളൂ. ബസ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തും. അവിടെ പോയാലോ അതോ ഇവിടെ നിന്നാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇതാണ്. അപ്പോഴത്തേക്കും കാണാം. പ്ലാൻ മാറ്റി ഗൈസ്, അവിടെ ഒടുക്കത്തെ തിരക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പോവാം, ഷെഹബാസ് കിച്ചണിലോട്ട് പോവാം. അതാണെങ്കിൽ നിൻ്റെ അവിടുന്ന് അറ്റത്തുനിന്ന് ബസ് കയറി പോകണം. നമുക്ക് ഈ സ്ട്രീറ്റിൻ്റെ അങ്ങേയറ്റത്താണ് ബസ് കയറേണ്ട സ്ഥലം, അവിടോട്ട് പോവാം. അപ്പോഴത്തേക്കും ഇവിടെ 2 യുവതികൾ 2 പാട്ട് പാടുന്നുണ്ട്. അപ്പോഴത്തേക്കും വെയിലായി ഗൈസ്. വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഐയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലാസ് വെക്കണം. അപ്പോൾ നമ്മൾ നേരെ ഷെഹബാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ തുറന്നിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അവരെല്ലാം പള്ളിയിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം. പക്ഷെ അതൊരു യമനി, അവരുടെ ആ ഒരു ഭക്ഷണങ്ങൾ പ്രോപ്പർ യമനിയാണ് കേട്ടോ. നമുക്ക് ബസ് കയറാം. അപ്പോൾ ഇവിടെ സൂര്യൻ വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് ഷെഹബാസിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മളിപ്പം ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ ബസ് കയറി അങ്ങോട്ട് പോകണം. കുറച്ച് ഒരു 5 മിനിറ്റത്തെ ഇരിപ്പുണ്ട് അങ്ങോട്ടേക്ക്. അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചു. പ്രോപ്പർ യമനി ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ഒട്ടുമിക്ക ന്യൂകാസിലുള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല അത് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ഓക്കെ, ഇതാണ് ഗൈസ് ന്യൂകാസിലെ മോണ്യുമെൻറ്റ് എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു അടിപൊളി സ്ഥലമാണ്. ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ന്യൂകാസിൽ മോണ്യുമെൻറ്റ്, ആ ഒരു സൈഡ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വിഷ്വൽസ് ഫുള്ള് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടോ, ആ എമ്മെന്ന് കാണുന്ന മെട്രോൻ്റെ ഇതാണ്. പിന്നെ എൽഡൻ സ്ക്വയർ. ഈ എൽഡൻ സ്ക്വയർ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്ത് പോയാലും കാണാനും പറ്റും. ഇതാണ് എൽഡൻ സ്ക്വയറും. പിന്നെ മോണ്യുമെൻറ്റ് ആഫ്റ്റർ എ സെഞ്ച്വറി ഓഫ് civil peace, the people renew their gratitude to the author of reform bill. അയാളുടെ ഏതോ ഒരു കവിയാന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് 39-ാം നമ്പർ ബസ്സിലോട്ട് കയറി നമുക്ക് ഫുഡ് അടിക്കാൻ പോകാം. അത്രേ ഉള്ളൂ. നമ്മൾ ബസ് ഇറങ്ങി സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാ ഈ ഒരു ഏരിയ ആണ്. ഇച്ചിരി വലിയ വിടക്ക് ഏരിയ ആണ്. അത് നമ്മുടെ ടൗൺ സെൻറ്ററിൻ്റെ അടുത്ത പോലത്തെ ഏരിയ ഒന്നും അല്ല. അവർക്ക് ഇവിടെ കൊണ്ട് ഹോട്ടൽ ഉണ്ടാക്കാൻ വെച്ച ഒരിത് ഞാൻ ആലോചിക്കുകയാണ്. ഈ വളം അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കാണ് ഹോട്ടൽ വരുന്നത്. ഇതാണ് സ്പോട്ട്. ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഓൾഡ് പോസ്റ്റ് ഓഫീസ്. ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കി വെച്ചോ. ഇതിൻ്റെ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്ഥലം വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് അതോട്ട് പോകാം. ഡോറൊക്കെ ഓപ്പണാണ്. അപ്പോഴത്തേക്കും ഫുഡ് ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഒരു ഒത്തൻറ്റിക് യമനി ഫുഡ് തന്നെയാണ്. ആകെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം അത്ര ശരിയല്ല. സ്ഥലം ഇച്ചിരി വടക്ക് ഏരിയ ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പണാണോ? ഓപ്പണാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാം. ആണ് ഇവിടുത്തെ മെനു.
ചിക്കൻ മദ്ബിയും കഴിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് പറയും. അവസാനം പോയി മന്തിയിൽ പോയിട്ട് തലവയ്ക്കല്ല, മന്തി ഇവിടുന്ന് നല്ല മന്തിയാണ്. ഇപ്രാവശ്യം കഴിക്കാത്തൊരു സാധനമാണ് ട്രൈ ചെയ്യണം. ചിക്കൻ മദ്ബി ട്രൈ ചെയ്തതാണ്, പിന്നെ ചിക്കൻ മന്തിയും ട്രൈ ചെയ്തതാണ്. ലാമ്പിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, ലാമ്പ് ഹനീദ് അങ്ങ് ട്രൈ ചെയ്താലോ. ലാമ്പ് ഹനീദ്, എന്നിട്ട് റൈസുമായിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, ഇവർ ആംബിയൻസൊക്കെ അതേപോലെ അവരുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ളൊരു ആംബിയൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. അവരുടെ അടുത്ത് കത്തിയായിരിക്കും, ഇത് അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ആയിരിക്കും. അടിപൊളി ആംബിയൻസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇവിടുത്തെ കുനാഫ ലൈവായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത് അടിപൊളി സാധനമാണ്. നമുക്കിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ആദ്യമേ നമുക്ക് ലാമ്പ് ഹനീദ് ട്രൈ ചെയ്യാം. ഇതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അവക്കാഡോ ജ്യൂസ് പറഞ്ഞായിരുന്നു ഗായ്സ്. അപ്പോഴത്തേക്കും അവക്കാഡോ ഉള്ള അതുകൊണ്ട് ബാർബിക്കാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കളർ കണ്ടിട്ട് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്, ഇത് ബാർബിക്കാൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഐറ്റം എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹനീദ്. ഇതിനിത് പൊളിച്ചെടുക്കണം. പിന്നെ മന്തി റൈസാണ് പറഞ്ഞിരിക്കുന്നത്. മന്തി റൈസും ഹനീദ് പൊളിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഇത് തുറന്നിരിക്കുകയാണ്. ഇത് ലാമ്പ് സ്ലോലി കുക്ക് ചെയ്തതാണ്. പിന്നെ മന്തി റൈസ്, ഇതാണ് ഐറ്റംസ്. അപ്പം കഴിച്ചിട്ട് വരാം. 11.5 പൗണ്ട് ഹനീദ്, 2.5 പൗണ്ട് ബാർബിക്കാൻ ഡ്രിങ്ക്, ടോട്ടൽ 19 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ 2000 രൂപ. 2000 രൂപയ്ക്കാണ് നമ്മൾ തിന്നിരിക്കുന്നത്. റേറ്റ് കത്തിയാണോന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടത്തും ഇതിനൊക്കെ വിലയുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഫുഡ് എല്ലാം കഴിച്ച് ഒരു നാട്ടിൽ 2000 രൂപ അടുത്തായി ഒരു മന്തി കഴിച്ചു വന്നപ്പോഴത്തേക്കും. ഇവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്കും നമുക്കിനി ബസ് കയറാൻ വേണ്ടി നിൽക്കാം. ഇവിടെ ഒരു മലയാളീൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മന്ന ഗിഫ്റ്റ്. അതും ഒരു മലയാളിയാണ്, പക്ഷേ ഞാനിപ്പോൾ അതിനുള്ളൊരു മൂഡിലല്ലായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നീങ്ങാം. ഇതാണ് ഈ ഒരു സ്ഥലം. പക്ഷേ സ്ഥലം ഇച്ചിരി ഒരു വെടക്ക് സ്ഥലമാണ് കേട്ടോ. അതാണ് സ്ഥലം മോശം. മറ്റേ സിറ്റി സെൻറ്ററും ആ ഒരു ഭാഗത്തെ ആൾക്കാരെ പോലെ അല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വയറൊക്കെ നല്ല രീതിയിൽ ഫുള്ളായി. ഇതായിരുന്നു ഇന്ന് ഒരു ഓഫുള്ള ദിവസം സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ മിസ്സിങ് ആണ്. കിട്ടണം, അവരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വീഡിയോസൊക്കെ ഇടാം നമുക്ക്. പിന്നെ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഭയങ്കര ക്ലൗഡി ആയിട്ട് കിടന്ന സ്ഥലമായിരുന്നു, ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഈ വേറെ വഴിയുള്ള ബസ്സിലാണ് വന്നത്. ഇനി നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലോട്ട് നടക്കണം. ഒരു 2-3 മിനിറ്റും കൂടെ നടക്കാനുണ്ട്. നടന്ന് വീട്ടിലോട്ട് എത്താം. അപ്പം ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ്. ഇതിനകത്ത് ആ കാണുന്ന ഒരു പള്ളിയാണ്. അത് ഏത് പള്ളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഏതോ ഒരു പള്ളിയാണ്. ഞായറാഴ്ചകളിൽ മാത്രം എന്തോ തുറക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ വീടാണ്. ഇതാണ് ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഒരേ സ്റ്റൈലായിരിക്കും. അല്ലെങ്കിൽ ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം വേറെ വീട് നമുക്കിങ്ങനെ വയ്ക്കാനൊക്കെ പറ്റും. അപ്പം പറഞ്ഞ് ഇനിയൊന്നും നീട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം
ഇതിനുള്ള മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇത് തരുന്നത്. അപ്പോഴത്തേക്കും വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കും കാണാം.